നമ്മുടെ PVC പൈപ്പ് എടുത്തിട്ടേ ചെറിയ മോതിര വളയങ്ങൾ പോലെ കുഞ്ഞു കുഞ്ഞു റിങ്ങുകൾ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് കട്ട് ചെയ്തെടുക്കുവാണ്. സാൻഡ് പേപ്പർ ഇട്ട് നന്നായിട്ട് ഒരച്ചിട്ട് നമ്മുടെ ബലൂണിന്റെ പുറത്തേക്കാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഗ്ലൂ ഗണ്ണ് തട്ടി പൊട്ടിപ്പോകാന്ന് ഓർത്തിട്ടാണ് കേട്ടോ മാസ്കിംഗ് ടേപ്പ് ചുറ്റിയത്. പക്ഷെ അതിന്റെ ആവശ്യം വന്നില്ല. ഒരു പ്രാവശ്യം പൊട്ടിക്കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് കാര്യം പിടികിട്ടിട്ടാ. ബലൂൺ അങ്ങ് പൊട്ടിച്ചു കളഞ്ഞിട്ടേ ഒരു 2.5 ഇഞ്ച് PVC പൈപ്പാണ് കേട്ടോ ഇതിന്റെ അറ്റത്തേക്ക് അങ്ങ് ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത്. ഈ റെഡ് കളറിലെ മുത്തുകളെ കംപ്ലീറ്റ് ആയിട്ട് ഈ ഹോളിലൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാൻ പോവാണ്. ഗ്ലൂ ടേപ്പ് നീ ആ കുട്ടി ക്രാഫ്റ്റ് വർക്ക് ചെയ്യാൻ വേണ്ടിട്ടും പിന്നെ സ്കൂളിലെ കുറച്ച് അസൈൻമെന്റിന് വേണ്ടിട്ടും വാങ്ങിച്ചു തരാട്ടാ. പക്ഷെ കിട്ടിയപ്പോഴൊക്കെ സ്കൂളത്തില്ല നിൽക്കുമ്പോ ചണപേന പോലെ ഒട്ടിക്കുന്ന സ്ഥലത്തെ ഇതങ്ങ് വരച്ചൊട്ടിച്ചു കൊടുത്താൽ മതി. ജേണലൊക്കെ ചെയ്യുമ്പോഴും പിന്നെ അത്യാവശ്യം ഓഫീസ് വർക്കുകളൊക്കെ ചെയ്യുമ്പോഴൊക്കെ ഇല്ലേ നല്ല വൃത്തിയിൽ ഒട്ടിക്കണമെങ്കിൽ ഈ ഒരെണ്ണം പോക്കറ്റിൽ ഇട്ട് വെച്ചാൽ മതിയിട്ടാ. കുറെ പേര് പറയുന്നത് ഈ ചുരുക്കുണ്ടെങ്കിൽ വയറ് കുറഞ്ഞതായിട്ട് തോന്നുന്ന, കുറെ പേര് പറയുന്നത് ചുരുക്കുണ്ടെങ്കിൽ വയറ് കൂടിയതായിട്ട് തോന്നുന്നു. പക്ക കോട്ടൺ ആണെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ചെറിയൊരു സംശയം കേട്ടാ. പക്ഷേ ഇല്ലേ ഈ കളറും ക്ലോത്തും എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. അടിപൊളിയാണ് കേട്ടോ. ഇത്രയും ചൂടത്തും ഇല്ല ഇട്ടിട്ട് അറിയുന്നേ ഇല്ല. പിന്നെ ഒപ്പം പലാസോയും ഉണ്ട് ദുപ്പട്ടയും ഉണ്ട് കേട്ടോ. ഈ ചുരിദാറിന്റെ ഗ്ലൂ ടേപ്പിന്റെ ഒക്കെ ലിങ്ക് മേളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ വീഡിയോയിൽ വെച്ച എല്ലാ ഐറ്റംസിന്റെ 2 ഇഞ്ചിന്റെ PVC പൈപ്പ് കഷ്ണങ്ങളെ തിളച്ച വെള്ളത്തിലിട്ട് ലെവലാക്കി എടുക്കുവാണ്. എന്തിനാന്നാ ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് കുറച്ച് ഇലകൾ ഉണ്ടാക്കി എടുക്കാനാണ്. ഇലകൾക്ക് ഒരു വളവും കൂടി കൊടുത്തിട്ട് ഈ താഴെ ഭാഗത്തായിട്ട് ചുറ്റിനെ അങ്ങ് ഒട്ടിച്ചു കൊടുക്കുവാണ്. ഇത് ഫിനിഷ് ആയപ്പോഴേക്കും നന്നായി പൊതിച്ചിരിക്കണു. ലൈറ്റും കൂടി ഇട്ടപ്പോഴേക്കും സംഭവം വെടിക്കെട്ടായിട്ടില്ലേ.